നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. 50ന്റെ അനന്തരം തേടി. അസാധുവിന്റെ 50ാം നാളിലും അനിശ്ചിതത്വം അവസാനമില്ലാതെ. കറൻസി നിരോധനത്തിന് ഇന്ന് 50 നാൾ പിന്നിടുമ്പോൾ കണക്കെടുപ്പും കൂടുതൽ കടുത്ത നടപടികളുമായി കേന്ദ്രം. പരിഷ്കരണ നടപടികളുടെ തുടർച്ചയിൽ നാളെ പ്രധാനമന്ത്രിയുടെ പ്രക്ഷേപണത്തിന് കാത്ത് രാഷ്ട്രം. ഇന്ന് പിൻവലിക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന നിയന്ത്രണങ്ങളിൽ ചിലത് മാർച്ച് വരെ തുടരുമെന്ന് സൂചന. പണം പിൻവലിക്കൽ പരിധി ഉയർത്തിയേക്കും. തിങ്കൾ മുതൽ മാർച്ച് 31 വരെ റിസർവ് ബാങ്കിൽ തെറ്റായ വിവരം നൽകി അസാധു നോട്ടുകൾ മാറ്റാൻ ശ്രമിച്ചാൽ പിഴ ശിക്ഷ. നോട്ട് നിരോധനത്തിനു ശേഷം കേന്ദ്രത്തിന്റെ അടുത്ത നടപടി ബിനാമി നിക്ഷേപങ്ങൾ കണ്ടുകെട്ടലെന്ന് റിപ്പോർട്ട്. നവംബർ 8-ന് ശേഷമുള്ള നിക്ഷേപങ്ങളിൽ 4 ലക്ഷം കോടി രൂപയുടേത് ദുരൂഹ സമ്പാദ്യങ്ങളെന്ന് ആദായ നികുതി വകുപ്പ്. 2 ലക്ഷം രൂപയ്ക്ക് മേലുള്ള മുഴുവൻ നിക്ഷേപങ്ങളും പരിശോധിക്കാനും നടപടി. ബഡ്ജറ്റ് മാറ്റിവെക്കും. നോട്ട് പ്രതിസന്ധിയിൽ സംസ്ഥാന ബഡ്ജറ്റ് മാറ്റിവെക്കാൻ ധനവകുപ്പ് ശുപാർശ. കറൻസി ക്ഷാമവും കേന്ദ്ര ബഡ്ജറ്റും വിലയിരുത്തിയ ശേഷം മതി സംസ്ഥാന ബഡ്ജറ്റെന്ന് ധനകാര്യ സെക്രട്ടറി KM എബ്രഹാം. സംസ്ഥാന ബഡ്ജറ്റ് ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ച് ആദ്യം നടക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. കേന്ദ്ര ബഡ്ജറ്റിന് ശേഷം സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതാണ് നല്ലത്. ജനുവരിയിലെ വരവും ചെലവും അറിഞ്ഞ ശേഷമാകും തുടർ നടപടികളെന്നും വിശദീകരണം. നേട്ടവും നഷ്ടവും. കറൻസി നിരോധനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദങ്ങൾക്കെതിരെ നഷ്ടക്കണക്ക് നിരത്തി കേരളം. ഡിസംബർ മാസത്തിൽ സംസ്ഥാനത്തിനുണ്ടായ വരുമാന നഷ്ടം മുൻ വർഷത്തേക്കാൾ 427 കോടി. കുത്തനെ ഇടിഞ്ഞത് വിവിധ നികുതി സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം. വാണിജ്യ നികുതിയിൽ മാത്രം കുറഞ്ഞത് 200 കോടിയും ലോട്ടറി നികുതിയിൽ 168 കോടിയും. ഭൂമി രജിസ്ട്രേഷൻ വരുമാനത്തിൽ മുൻ വർഷത്തേക്കാൾ 35 കോടിയുടെ കുറവ്. എന്നാൽ വാണിജ്യ നികുതിയുടെ ഭാഗമായ ഇന്ധന വിൽപ്പന നികുതിയിൽ 21.8% വർധനവുണ്ടായെന്നും ധനവകുപ്പ്. അതിനിടെ ജനുവരിയിലെ ശമ്പള ദിനങ്ങൾ ട്രഷറിയിലെ കറൻസി ക്ഷാമം മൂലം അലങ്കോലമാകുമെന്ന് തീർച്ചയായി. സർക്കാർ ആവശ്യപ്പെട്ട 1000 കോടിയുടെ സ്ഥാനത്ത് ട്രഷറികൾക്ക് RBI ഉറപ്പു നൽകുന്നത് 600 കോടി മാത്രം. പണം പിൻവലിക്കുന്നതിന് നിലവിലുള്ള നിയന്ത്രണം ഇളവ് ചെയ്താൽ ബാങ്കുകൾ കൂടുതൽ പ്രതിസന്ധിയിലാകും. കുരുക്കിന്റെ കടുംപിടുത്തം. ഗ്രൂപ്പ് പോരിന്റെ കൂട്ടക്കുഴപ്പങ്ങൾക്കിടെ കോൺഗ്രസിനെ കൂടുതൽ കുരുക്കിലാക്കി ഉമ്മൻചാണ്ടിയുടെ കടുംപിടുത്തം. DCC പുനഃസംഘടനയിൽ A ഗ്രൂപ്പിനേറ്റ മുറിവ് ഉണക്കാൻ ചെന്നിത്തല നടത്തിയ ശ്രമവും വിഫലം. ചൊവ്വാഴ്ചത്തെ UDF യോഗത്തിൽ പങ്കെടുക്കുമെങ്കിലും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിനില്ലെന്ന് ഉമ്മൻചാണ്ടി. ജില്ലാതല പുനഃസംഘടനയിലെ അതൃപ്തി മൂലം നേതൃയോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഉമ്മൻചാണ്ടിയെ തണുപ്പിക്കാനായിരുന്നു രമേശിന്റെ ഇന്നലത്തെ കൂടിക്കാഴ്ച. എന്നാൽ പ്രശ്നത്തിൽ സോണിയയോ രാഹുൽ ഗാന്ധിയോ നേരിട്ടിടപെടാതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ മുൻ മുഖ്യമന്ത്രി. പുനഃസംഘടനയ്ക്ക് പകരം സംഘടനാ തിരഞ്ഞെടുപ്പിന് വാശി പിടിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഉന്നം സുധീരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തുരത്തുക എന്ന് വ്യക്തം. മുരളീധരൻ ഉണ്ണിത്താൻ പോരിൽ പാർട്ടിക്കേറ്റ മുറിവുണക്കാൻ ഒറ്റമൂലി കാണാതെ VM സുധീരൻ. കാത്തിരുന്ന പ്രഹരം. റഷ്യയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീട്ടി അമേരിക്കയുടെ കടുത്ത നടപടി. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സൈബർ അട്ടിമറി നടത്തിയെന്നാരോപിച്ച് 35 റഷ്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ അമേരിക്ക പുറത്താക്കി. കുടുംബത്തോടൊപ്പം 72 മണിക്കൂറിനകം രാജ്യം വിടാൻ നിർദ്ദേശം. ഭരണത്തിന്റെ അവസാന നാളുകളിൽ പ്രസിഡന്റ് ഒബാമയുടെ കടുത്ത തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഗതി നിർണ്ണയിക്കും. റഷ്യയുമായി സൗഹൃദം പുലർത്തുന്ന നിർദ്ദിഷ്ട പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തുടർ നടപടികളിൽ ഉറ്റുനോക്കി ലോകരാഷ്ട്രങ്ങൾ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.